ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നതുമുതൽ അമേരിക്കൻ നയങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വലിയൊരു അഴിച്ചുപണി തന്നെ അവിടെ നടന്നുവെന്ന് നിസ്സംശയം പറയാം. ട്രംപിന്റെ ആദ്യ കോൺഗ്രസ് പ്രസംഗവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. പ്രസംഗത്തിനിടെ നടത്തിയ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളിലൊന്നാണ് ശതകോടീശ്വരൻ എലോൺ മസ്ക് നയിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി സ്ഥാപിക്കുക എന്നത്. ഫെഡറൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുകയും സർക്കാരിനുള്ളിലെ കാര്യക്ഷമത മനസ്സിലാക്കുകയും കാര്യക്ഷമമല്ലാത്ത ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുക എന്നിവയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ. കൂടുതൽ ഫലപ്രദമായ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നതാണ് ഗവൺമെന്റ് കാര്യക്ഷമതാ വകുപ്പിന്റെ ദൗത്യം. ഉദ്യോഗസ്ഥവൃന്ദം കുറയ്ക്കുന്നതിനുള്ള ഗവൺമെന്റ് കാര്യക്ഷമതാ വകുപ്പിന്റെ ശ്രമങ്ങൾക്ക് മസ്ക് നൽകിയ സംഭാവനകളെ ട്രംപ് പ്രശംസിച്ചു. മസ്കിന്റെ കഠിനാധ്വാനത്തിന് നന്ദി പറയുകയും ചെയ്തു. ട്രംപ് തന്റെ ശ്രമങ്ങളെ അംഗീകരിച്ചപ്പോൾ ഗാലറിയിലിരുന്ന മസ്കിന് റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കളിൽ നിന്ന് നിറഞ്ഞ കയ്യടിയും ലഭിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ പ്രഖ്യാപനത്തിന് പുറമെ നിർണായക ധാതുക്കളുടെയും അപൂർവ ഭൂമിമൂലകങ്ങളുടെയും ആഭ്യന്തര ഉൽപ്പാദനം വിപുലീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ പദ്ധതികളെക്കുറിച്ചും ട്രംപിന്റെ പ്രസംഗം പരാമർശിച്ചു. വിദേശ വിതരണ ശൃംഖലകളിലുള്ള അമേരിക്കയുടെ ആശ്രിതത്വം കുറയ്ക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനെ ട്രംപ് ചരിത്രപരമായ നീക്കമെന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ ട്രംപിന്റെ പ്രസംഗത്തിനെതിരെ പ്രതിഷേധവുമായി ഡെമോക്രാറ്റുകൾ രംഗത്തെത്തി. പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ എഴുതിയ ടീഷർട്ടുകൾ ധരിച്ചും മസ്ക് സ്റ്റീൽസ്, സേവ് മെഡിക്കെയ്ഡ് എന്നീ ബാനറുകൾ പിടിച്ചും അവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. രാജ്യത്തെ രാഷ്ട്രീയ വിഭജനം ആഴത്തിലാക്കുന്നതിനെ പ്രസംഗം എടുത്തു കാണിച്ചു. ട്രംപിന്റെ നയങ്ങളും നടപടികളും തീവ്രമായ ചർച്ചകൾക്കും എതിർപ്പിനും കാരണമായി. മൊത്തത്തിൽ ട്രംപിന്റെ ആദ്യ കോൺഗ്രസ് പ്രസംഗം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെയുള്ള സുപ്രധാന നിമിഷമായി അടയാളപ്പെടുത്താവുന്ന ഒന്നായി മാറിയിരിക്കുന്നു. കൂടുതൽ കാര്യക്ഷമമായ ഒരു സർക്കാരിനെക്കുറിച്ചും വിദേശ വിതരണ ശൃംഖലകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനെക്കുറിച്ചുമുള്ള ട്രംപിന്റെ കാഴ്ചപ്പാട് അദ്ദേഹം തന്നെ വിശദീകരിച്ചു. എന്നിരുന്നാലും അമേരിക്കൻ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്ന തീവ്രമായ രാഷ്ട്രീയ ധ്രുവീകരണത്തെയും പ്രസംഗം അടിവരയിടുന്നുണ്ട്.